KTU സിൻഡിക്കേറ്റ് യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ വിട്ടുനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി VC ഡോക്ടർ ശിവപ്രസാദ് ഹൈക്കോടതിയിൽ. ഉന്നത വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർക്കെതിരെയാണ് ഹർജി. സിൻഡിക്കേറ്റ് യോഗം ചേരാനാകുന്നില്ലെന്നും സർവകലാശാല പ്രവർത്തന അവതാളത്തിലാണെന്നും VC ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ കാരണങ്ങളാൽ സർക്കാർ ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കുന്നുവെന്നും VC പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഇപ്പോൾ ചേരുന്നു. രേഷ്മ, എന്താണ് ഈ ഹർജിയിൽ പറയുന്നത്? കൃഷ്ണരാജ്, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർക്കെതിരെയാണ് നിലവിൽ KTU സാങ്കേതിക സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ ശിവപ്രസാദ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടുമുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് വകുപ്പ് തല സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും വിട്ടുനിൽക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവരൊക്കെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇത് കാരണം സർവകലാശാലയുടെ പ്രവർത്തനം അവതാളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം 13-ാം തീയതി സിൻഡിക്കേറ്റിന്റെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ പറയുന്ന 3 പേർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ശിവപ്രസാദിന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ മറ്റു ചില ആക്ഷേപങ്ങൾ കൂടി ഹർജിയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2025-26 വർഷത്തെ ബജറ്റ് ഇതുവരെ പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ സർവകലാശാലയിൽ ഉള്ളത്. അതുമാത്രവുമല്ല, ഈ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയ ഒരവസ്ഥയുണ്ട്. പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകാൻ സാധിക്കുന്നില്ല. അതുകൂടാതെ തന്നെ ഇന്റർനെറ്റ് സേവനം എപ്പോൾ തടസ്സപ്പെടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഡിജിറ്റൽ സേവനങ്ങൾ പലതും മുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഉടലെടുത്തിരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും അതോടൊപ്പം തന്നെ മറ്റ് ഈ വകുപ്പ് തല സെക്രട്ടറിമാരും സിൻഡിക്കേറ്റ് യോഗത്തിൽ ഹാജരാകാത്തതോടുകൂടി കോറം തികയാത്ത സാഹചര്യത്തിൽ പല പ്രമേയങ്ങളും പല കാര്യങ്ങളും പാസ്സാകാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ മൊത്തം പ്രവർത്തനങ്ങളെ ഇത് വലിയ രീതിയിൽ സാരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതാണ് ശിവപ്രസാദിന്റെ ഹർജിയിലെ ആവശ്യം. ഈ ഹർജി ഇന്ന് ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ചിൽ വന്നുവെങ്കിലും അദ്ദേഹം അത് പരിഗണിച്ചിട്ടില്ല. മറിച്ച് അത് പിന്മാറുകയായിരുന്നു. കാരണം ശിവപ്രസാദിനെ തനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ പിന്മാറുന്നു എന്നുള്ള ഒരു കാരണമാണ് ജഡ്ജി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഹർജി ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൃഷ്ണരാജ്, ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.